ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ കാക്കനാട് അസംബ്ലിയിലുള്ള ദൈവജനത്തോടു കൂടെ ചേർന്ന്, അതേപോലെ ഈ സൂം ഫെസിലിറ്റിയിൽ കൂടെ പല സ്ഥലങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവ മക്കളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന പോലെ ഇനി വരുന്ന ഒരു ചില ആഴ്ചകൾ ദൈവ നമ്മെ സഹായിക്കുവാണെങ്കിൽ, ഗോഡ് വില്ലിങ്, വിൽ ബി ലുക്കിംഗ് അറ്റ് ദ ലൈഫ് ഓഫ് ഡേവിഡ്. ഞാൻ ഒരു പ്രാവശ്യം വേറൊരു ചെറിയ ക്യാരക്ടറിന്റെ സ്റ്റഡി ചെയ്തപ്പോൾ ഞാൻ പറയുണ്ടായിരുന്നു, ദാവീദ് എന്ന് പറയുന്ന ഈ വ്യക്തിനെ കുറിച്ച് വേദപുസ്തകം പറഞ്ഞിട്ടുള്ളതുപോലെ വേറെ ഒരു വ്യക്തിയെ കുറിച്ചും നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ പറ്റില്ല. So much is written about David. So much. It is said there are 66 chapters in the Old Testament which talks about this one person. ഈ ഒറ്റ വ്യക്തിയെ കുറിച്ച്, അവന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന 66 അധ്യായങ്ങൾ പഴയ നിയമത്തിൽ. And then when we come to New Testament, there are more than 50 references back to David. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വേദപുസ്തകത്തിൽ ധാരാളം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ദാവീദ്. ഒന്നോ രണ്ടോ ആഴ്ചകളിൽ ദാവീദിന്റെ ജീവിതം മൊത്തം വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുള്ള സഹവാസം നമുക്ക് ഇല്ല. ബട്ട് ഐ വാണ്ട് ടു എൻകറേജ് ഓൾ ഓഫ് യു. ഒരുപക്ഷെ ദാവീദിന്റെ ജീവിതം പേഴ്സണലായിട്ട് തന്നെയും ദൈവസന്നിധിയിൽ നമുക്ക് ഇരുന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ആ ശക്തിയോടുകൂടെ പഠിക്കുവാൻ നമ്മൾ ശ്രമിക്കുവാണെങ്കിൽ, ഐ ബിലീവ് all of us, even through our personal study, we will be able to learn a lot of lessons from this wonderful man of God. പ്രിയപ്പെട്ടവരെ, ഞാന് ഈ ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ എനിക്ക് ദൈവം പാഠങ്ങളായി എൻ്റെ ജീവിതത്തിൽ തന്ന ഒരു ചില കാര്യങ്ങൾ മാത്രം ഈ വരുന്ന ഒരു ചില ആഴ്ചകളിൽ നിങ്ങളോട് കൂടെ ചേർന്ന് ചിന്തിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാവീദ് എന്ന് പറയുന്ന ഈ ക്യാരക്ടറിനെ കുറിച്ചും, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർക്കപ്പെട്ട ഏകദേശം മെജോറിറ്റി ഓഫ് ക്രിസ്ത്യൻസിന് ദാവീദിനെ കുറിച്ച് പല കാര്യങ്ങൾ അറിയാം. വെരി ഫെമിലിയർ ക്യാരക്ടർ. കാരണം സൺഡേ സ്കൂൾ സമയങ്ങൾ തൊട്ട് തന്നെയും ഈ ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് പല സംഭവങ്ങൾ നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്. പല കാര്യങ്ങൾ നമ്മൾ കഥയിന്റെ രൂപത്തിൽ കേട്ടിട്ടുണ്ട്. വെരി ഔട്ട്സ്റ്റാൻഡിങ്, വെരി കളർഫുൾ പേഴ്സണാലിറ്റി. ദാവീദിനെ കുറിച്ച് ഓർക്കുമ്പോൾ പലരുടെയും മനസ്സിൽ കടന്നു വരുന്നത് ദാവീദ് എന്ന് പറയുന്ന ഒരു സംഗീതം, സാമിസ്റ്റ് എഴുതുന്ന ഒരു വ്യക്തി, സാംസ് എഴുതുന്ന ഒരു വ്യക്തി. ഒരുപക്ഷെ പലർക്കും ഇപ്പോഴും ദാവീദ് എന്ന് പറയുമ്പോൾ, യുവാവായിരുന്ന ദാവീദ് ഗൊലയാത്തുമായിട്ടുള്ള ആ യുദ്ധത്തിൽ ആ വലിയ ഒരു ജയന്റിനെ വീഴ്ത്തിയ ഒരു വ്യക്തി. ഇതാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ദാവീദിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ മനസ്സിൽ നിൽക്കുന്ന ചില സംഭവങ്ങൾ. But then now if you take time to read through the entire narrative given in the Bible about this man, ഒരുപക്ഷെ ഈ ദാവീദ് എന്ന് പറയുന്ന ഈ വ്യക്തിനെ കുറിച്ച് ഒരു ദൈവദാസൻ പറയുന്നത്, ലൈഫ് സിറ്റുവേഷൻസ്, ഈ ലോക ജീവിതത്തിൽ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ രീതിയിലുള്ള ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ there are things that are very positive in outlook, things that are very, very negative in outlook, ups and downs of life, family aspects, office, administration, enemies, friends. ഇങ്ങനെ ലൈഫ് സിറ്റുവേഷൻസിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പഠിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ ജീവിതമാണ് ദ ബെസ്റ്റ് വൺ ടു സ്റ്റഡി. ബിക്കോസ് യു ഹാവ് ഫുൾ നറേറ്റീവ്, ഫുൾ സ്റ്റോറി ആണ് വേദപുസ്തകം നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ
what I want to share today is from one chapter. അതിന്റെ ഒരു ചില വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. So let me just share the screen with you. Give me a few seconds. Right. Lessons from the life of David. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് വായിച്ച് ചിന്തിപ്പാൻ, അതേപോലെ പരിശുദ്ധാത്മാവ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി നാം എടുത്തിരിക്കുന്ന ബൈബിൾ പാസേജ് ആണ് 1 Samuel chapter 27 verses 1 to 4 and also verse 7. 1 ശമൂവേൽ 27-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളും 7-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. So I would please request the brother who is going to help me to read this passage in Malayalam. ആ വേദഭാഗം മലയാളത്തിൽ ഒന്ന് വായിച്ചാൽ അത് നമുക്ക് എല്ലാവർക്കും തന്നെയും ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. 1 Samuel chapter 27 verse 1 to 4 and verse 7. ഞാൻ ഒരു ദിവസം ശൗലിന്റെ കൈയാൽ നശിക്കുകയുള്ളൂ, ഫിലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും, ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. അങ്ങനെ ദാവീദ് പുറപ്പെട്ട് താനും കൂടെയുള്ള 600 പേരും ഗത്ത് രാജാവായ മാവോക്കിന്റെ മകൻ ആഖീഷിന്റെ അടുക്കൽ ചെന്നു. ഇസ്രായേൽ കാരത്തിയായ അഹീനോം നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗയിൽ എന്ന 2 ഭാര്യമാരുമായി ദാവീദും കുടുംബസഹിതം അവന്റെ എല്ലാ ആളുകളും ഗത്തിൽ ആഖീഷിന്റെ അടുക്കൽ പാർത്തു. ദാവീദ് ഗത്തിലേക്ക് ഓടിപ്പോയി എന്ന് ശൗലിന് അറിവ് കിട്ടി. അവൻ പിന്നെ അവനെ അന്വേഷിച്ചതുമില്ല. 7-ാം വാക്യം. ദാവീദ് ഫെലിസ്ത്യ ദേശത്ത് പാർത്ത കാലം 1 ആണ്ടും 4 മാസവും ആയിരുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നാം വായിച്ചു കേട്ട ഈ വേദഭാഗത്തിന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു വാക്ക് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ. But David kept thinking to himself. ദാവീദ് തന്റെ മനസ്സിൽ ചിന്തിച്ച ചില കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച ചില കാര്യങ്ങളും അതിന്റെ കോൺസിക്വൻസസും, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ സമയം എടുക്കുന്നത്. What David thought in his mind and what David decided based on that thinking, and finally what were the consequences. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു നിരാശയുടെ, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ എല്ലാ ആ ഹോപ്പും നഷ്ടപ്പെട്ട ഒരു വ്യക്തി പറയുന്ന വാക്കുകളാണ്. നിങ്ങൾ ആ 1-ാമത്തെ വാക്യം ഒന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ, these are not words of a man who is confident. തന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു വ്യക്തി പറയുന്ന ചില വാക്കുകളാണ്, ചിന്തിക്കുന്ന ചിന്തകളാണ്. ഒരു ദിവസം ഞാൻ ശൗലിന്റെ കയ്യിൽ നശിക്കുകയേ ഉള്ളൂ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ദാവീദ് ഈ രീതിയിൽ ചിന്തിപ്പാനുള്ള കാരണം എന്താണ്? ഈ ഒരു അവസ്ഥയിലോട്ട് ദാവീദിന്റെ ജീവിതം വന്ന് എത്തുവാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ പശ്ചാത്തലം, ഇതിനു മുമ്പേ നടന്ന ചില സംഭവങ്ങൾ അത് അറിയേണ്ടത് ആവശ്യമാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് നമുക്ക് പോവുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഓടിച്ചിട്ട് ഞാൻ പറയട്ടെ, ശൗൽ എന്ന രാജാവിനെ ദൈവം തള്ളി. ശൗലിന്റെ ജീവിതത്തിൽ ദൈവം പല പ്രാവശ്യം അവനോട് ഇടപെട്ടു, എന്നാൽ ഹി വാസ് കണ്ടിന്യൂസ്ലി ഡിസൊബീഡിയന്റ്. ദൈവം അവനെ രാജാവിന്റെ സ്ഥാനത്തിൽ നിന്ന് തള്ളി വെച്ചു. എന്നിട്ട് 1 ശമൂവേൽ 13-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ശമൂവേലിന്റെ അടുത്ത് ദൈവം പറയുന്നത്, എന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെ ഐ എം ഡിസൈഡിങ് ഓൺ ദാറ്റ് പേഴ്സൺ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് ആരാണ് ആ വ്യക്തി,
കർത്താവ് അന്വേഷിച്ച വ്യക്തി, തന്റെ ഹൃദയപ്രകാരം ആഗ്രഹിച്ച വ്യക്തി ആരാന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് 1 ശമൂവേൽ 16 അധ്യായത്തിലാണ്. ആട്ടിടയനായിരുന്ന ഈ ദാവീദിനെ ഇസ്രായേലിന്റെ അടുത്ത രാജാവായി അഭിഷേകിക്കുന്ന ആ ഒരു സംഭവം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ബട്ട് യു നോ വാട്ട്, അതിന് ശേഷം ഈ 16 അധ്യായത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, രാജ എന്ന ആ സ്ഥാനത്തിന് ദൈവം അവനെ മാറ്റിവെച്ചാലും അവിടുന്ന് ഇറങ്ങിക്കൊടുക്കുവാൻ മടിക്കുന്ന ഒരു വ്യക്തി ശൗല്. He doesn't want to step down. He doesn't want to easily give up his throne. അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, 1 ശമൂവേൽ 18 അധ്യായത്തിലോട്ട് നമുക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, ശൗലിന് മനസ്സിലായി തനിക്ക് ഒരു ത്രെട്ടായിട്ട് ഇസ്രായേലിൽ തന്റെ രാജാവായിട്ട് താൻ ഭരിക്കുന്ന ആ പൊസിഷൻ ഒരു ത്രെട്ടായിട്ട് ഒരു യുവാവ് ഇപ്പോൾ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 1 ശമൂവേൽ 18 അധ്യായം തുടങ്ങി 26 അധ്യായം വരെ നമ്മൾ വായിച്ച ആ വേദഭാഗത്തിന്റെ തൊട്ട് മുമ്പിൽ വരെ ആ അധ്യായങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ഉള്ള ശ്രമം. ലിറ്ററലി ഹി വാസ് ഹണ്ടിങ് ഡൗൺ ഡേവിഡ് ഓൺ എ ഡെയിലി ബേസിസ്. അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന കാർട്ടൂണൊക്കെ കണ്ടു കാണും, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊക്കെ നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ അത് ആ കാർട്ടൂൺ കാണുന്നത് ഒരു പക്ഷെ നാമും വല്ലപ്പോഴൊക്കെ കാണാറുള്ള സാധ്യതകളുണ്ട്. Tom always chasing Jerry and Jerry trying to hide. ഈ ഒരു കാഴ്ച നമ്മൾ ആ കാർട്ടൂണിൽ കാണാറുണ്ട്. അതുപോലെ ഉള്ള ഒരു സമയമായിരുന്നു ദാവീദിന്റെ ജീവിതത്തിൽ. ഒളിച്ചു ഓടുവാൻ അങ്ങനെ ശ്രമിക്കുന്ന ദാവീദ്, ഈ ഫ്ലഡ് ആൻഡ് എസ്കേപ്ഡ് എന്നാണ് ആ അധ്യായങ്ങളിലൊക്കെ പിന്നെയും ആവർത്തിച്ച് പറയുന്നത്. ഈ ഫ്ലഡ് ആൻഡ് എസ്കേപ്ഡ്. പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം ഞാൻ അത് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാവും. 1 ശമൂവേൽ 23 വാക്യം. 1 ശമൂവേൽ 23 വാക്യം. മലയാളത്തിലൊന്ന് വായിക്കാമോ? ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു, സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു, എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്, സോൾ ഹണ്ടഡ് ഹിം ഡേ ആഫ്റ്റർ ഡേ. ഡേ ആഫ്റ്റർ ഡേ now David was being hunted. and നമ്മൾ വായിക്കുന്ന വേറൊരു കാര്യം കൂടെ, ദൈവം അവനെ പരിപാലിച്ചു. God didn't let Saul find him. പ്രിയപ്പെട്ടവരെ, ഈ ശൗലിന്റെ കയ്യിൽ നിന്ന് ദൈവമായിരുന്നു ഈ ദാവീദിനെ പ്രൊട്ടക്ട് ചെയ്തു വന്നത്. ഇത് ദാവീദിനെ അറിയുകയും ചെയ്യാം. തന്റെ ഒരു സാമർത്ഥ്യം കൊണ്ടോ തന്റെ കഴിവുകളും കൊണ്ടോ അല്ല താൻ ഇതുവരെയും ജീവിച്ചത്. ശൗൽ തന്നെ എപ്പോഴേ കൊല്ലുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചു നോക്കിയാൽ 1 ശമൂവേൽ 18 തന്നെയും ഒരു കുന്തം എടുത്ത് നേരെ ദാവീദിന്റെ പേഴ്സണാലിറ്റിക്ക് നേരെ എറിഞ്ഞ അവസരം നമ്മൾ വായിക്കുന്നുണ്ട്. സ്പിയർഡ്. ഹി വാസ് ലിറ്ററലി ഹി വാസ് ട്രൈങ് ടു സ്പിയർ ഡേവിഡ്. എന്നാൽ ദൈവം അതിൽ നിന്നൊക്കെ വിടുവിച്ചു. ഇത് ദാവീദിനും അറിയാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ദാവീദ്, ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം, 18 അധ്യായം തുടങ്ങി 26 അധ്യായം വരെയുള്ള ആ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തി. ഞാന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ സമയങ്ങളിൽ ദാവീദ് എഴുതിയ ചില വേദഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാണ് സാം 142, സങ്കീർത്തനം 142 4-5 വാക്യം.
അതുകൂടെ നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 142, 4, 5. വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയിപ്പോയിരിക്കുന്നു, എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്റെ സങ്കേതവും ജീവനുള്ള ദേശത്ത് എന്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാകുമ്പോഴാണ് ഈ വാക്കുകൾക്ക് ഉണ്ടായിരുന്ന ആ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഈ ശൗലിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആ സമയത്ത് ഒരു സമയം ഒറ്റപ്പെട്ടു. വേറെ ആരും തന്നെ തന്റെ കൂടെ ഇല്ല. നിങ്ങൾ 1 ശമൂവേൽ 22 അധ്യായം വായിക്കുമ്പോൾ അദുലാം എന്ന് പറയുന്ന ഒരു കേവിൽ പോയി ഒളിയുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ കൂടെ നിൽപ്പാൻ ഒറ്റ മനുഷ്യൻ പോലുമില്ല. ആ സമയങ്ങൾ ഓർത്തിട്ടാണ് ഇവിടെ ദാവീദ് പറയുന്നത് 142 സങ്കീർത്തനത്തിൽ, ദൈവമേ, ഞാൻ എന്റെ വലതിൽ നോക്കിയാൽ അവിടെ ആരും എനിക്കില്ല സഹായിക്കും. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ കടന്നു വന്നത്, വലതുവശം എന്ന് പറയുമ്പോൾ അത് ജൂയിഷ് കോണ്ടെക്സ്റ്റിൽ അതിനൊരു റീസൺ ഉണ്ട്. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, എന്റെ മുമ്പിൽ നോക്കിയാലും ആരില്ല, എന്റെ പുറകിലും ആളില്ല, ലെഫ്റ്റിലും ആളില്ല, റൈറ്റിലും ആളില്ല. ദൈവമേ, എനിക്ക് ആശ്രയം വേറെ ആരും തന്നെ ഇല്ല. എന്നിട്ടാണ് ദാവീദ് ആ ഉറപ്പ് പറയുന്നത്, ദൈവമേ, നീയാണ് എന്റെ സങ്കേതം, യു ആർ മൈ റെഫ്യൂജ്. ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയുമാകുന്നു. I tell you, see, David did not say this word or these words, no, just like that. He literally felt it. Literally. There was no one to support him. എന്നിട്ടാണ് ദാവീദ് അവിടെ പറയുന്നത് ഈ കൺഫെഷൻ, ഗ്രേറ്റ് കൺഫെഷൻ, ബോൾഡ് ഡിക്ലറേഷൻ, ലോർഡ് യു ആർ മൈ റെഫ്യൂജ് ഇൻ ദ ലാൻഡ് ഓഫ് ദ ലിവിംഗ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. അപ്പൊ ദാവീദിന്റെ ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ ദൈവം തന്നെ വിടുവിക്കും എന്നുള്ളത് മനസ്സിലാക്കി എത്രയോ വർഷങ്ങൾ ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച ഒരു വ്യക്തിയാട്ടോ. അത് മാത്രമല്ല, ഞാൻ 2 വാക്യങ്ങൾ കൂടെ ഓർപ്പിക്കട്ടെ, 2 സന്ദർഭങ്ങൾ ഓർപ്പിക്കട്ടെ. ഈ ശൗല് ദാവീദിനെ കൊല്ലുവാൻ ഇങ്ങനെ പുറകെ നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു സമയമല്ല 2 സമയം അടുപ്പിച്ച് ദാവീദിന് ശൗലിനെ കൊല്ലുവാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിച്ചായിരുന്നു. നമുക്കറിയാം, 1 ശമൂവേൽ 24 വായിക്കുന്നുണ്ട്, 1 ശമൂവേൽ 26 വായിക്കുന്നുണ്ട്. 2 times ഡേവിഡ് could have finished off Saul. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു, ശൗലിനെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക ദാവീദേ, നീ ഈ അവസരം ഉപയോഗിക്കണം. പ്രിയപ്പെട്ടവരെ, ആ സമയങ്ങളിൽ പോലും ദാവീദിന്റെ ആശ്രയം ദൈവമായിരുന്നു എന്നുള്ളതാണ് അവിടെ വ്യക്തമാകുന്നത്. ദാവീദ് പറയുന്ന വാക്കുകൾ, ഞാൻ ദൈവം അഭിഷേകിച്ച ആ വ്യക്തിനെ ഞാൻ കൊല്ലുകയില്ല. I will not put my hand on the Lord's anointed. Rather, let God deal with it. ദൈവം ചെയ്യേണ്ടത് ശൗലിന്റെ ജീവിതത്തിൽ ചെയ്യട്ടെ. ഞാന് ദൈവത്തിന്റെ വിടുതലിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, if you actually look at David's confidence, the kind of hope, trust he had in the Lord, this is amazing. ദാവീദ് എതുവരെ വന്ന് കാത്തിരിക്കുവാൻ അവന് മനസ്സുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സമയത്ത് ദാവീദ് പറയുക, കൂടെ ഉണ്ടായിരുന്ന അബിഷായിന്റെ അടുത്ത് ദാവീദ് പറയുക, ഞാന് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കും. ഒരുപക്ഷെ എത്ര സമയമായാലും ശൗലിനെ ദൈവം കൊല്ലുന്നവരെയും, അല്ലെങ്കിൽ അവൻ യുദ്ധത്തിൽ മരിക്കുന്നവരെയും, അല്ലെങ്കിൽ ടു ഈവൻ ദ പോയിന്റ് വേർ Saul becomes aged and dies, I am willing to wait. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം ഈ പശ്ചാത്തലത്തിൽ ദാവീദ് പറഞ്ഞ വാക്കുകൾ. ഓക്കെ, 1 ശമൂവേൽ 24:15. 1 Samuel 24:15. ആകയാൽ യഹോവ ന്യായാധിപനായി എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കുകയും എന്റെ കാര്യം നോക്കി വ്യവഹരിച്ച് എന്നെ നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുമാറാകട്ടെ.
എന്നെ നിന്റെ കയ്യിൽ നിന്ന് ദൈവം വിടുവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ദാവീദിന്റെ വാക്കുകൾ 1 ശമൂവേൽ 27 നിരാശയിലുള്ള ദാവീദ്, പ്രത്യാശ നഷ്ടപ്പെട്ട ദാവീദിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് ആദ്യം നമുക്ക് വ്യക്തമാകണം. ദാവീദ് എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൽ ആശ്രയിച്ച് ഇരുന്ന ഒരു വ്യക്തിയാണ്. ദൈവം തന്നെ വിടുവിക്കുവാൻ വേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു സംശയം നമുക്ക് അതിൽ വരരുത്. പ്രിയപ്പെട്ടവരെ, ഈ പശ്ചാത്തലം മനസ്സിലാക്കി കഴിയുമ്പോൾ naturally we are tempted to ask this question. Now, what made David think and act like this? ഇത്രയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച വ്യക്തിക്ക്, ദൈവം തന്നെ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞ് ഇരുന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻ ടു ഹിം? 1 ശമൂവേൽ 27 തുടക്കം വായിക്കുമ്പോൾ ഈ പ്രത്യാശ ഉള്ള വ്യക്തിയെ നമ്മൾ അവിടെ കാണുന്നില്ല. We don't see a David who had trust in God. ദൈവത്തിന്റെ ആലോചന ചോദിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ അവിടെ കാണുന്നില്ല. അതിനു പകരം സ്വന്തമായി പല കാര്യങ്ങളും ചിന്തിച്ച് സ്വന്തമായി ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ അവിടെ കാണുന്നത്. So naturally we are tempted to ask this question. ദാവീദേ, നിനക്ക് എന്ത് സംഭവിച്ചു? നിന്റെ ഉറപ്പിന് എന്ത് സംഭവിച്ചു? പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾ നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് പഠിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്പർ 1, ഡിലേ ഇൻ ഗോഡ്സ് ഡെലിവറൻസ്. ഡിലേ ഇൻ ഗോഡ്സ് ഡെലിവറൻസ്. പ്രിയപ്പെട്ടവരെ, ദാവീദിനെ നമുക്ക് ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് ദാവീദിനെ മനസ്സിലാക്കുന്നതിന് മുമ്പേ ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ you understand there was delay in God's deliverance. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, എന്നോടും അത് ചോദിക്കുക. നമുക്ക് എത്ര ദിവസങ്ങൾ കാത്തിരിക്കാൻ നമുക്ക് പറ്റും? ഈ കാത്തിരിക്കുക, ദൈവ വിടുതൽക്ക് വേണ്ടി കാത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ പറയുവാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് ജീവിതത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹൗ ലോങ് ക്യാൻ യു വെയിറ്റ്? എത്ര മാസങ്ങൾ നിങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റും? എത്ര വർഷങ്ങൾ നിങ്ങൾ കാത്തിരിക്കും? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വേദപുസ്തകത്തില് ഈ ഒവ്വൊരു പേജായിട്ട് ഒവ്വൊരു അധ്യായമായിട്ട് ദാവീദിന്റെ ജീവിതം ഇങ്ങനെ ഓടിച്ചിട്ട് വായിക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഫ്രം 1 Samuel chapter 16 to 1 Samuel chapter 27, 20 years of David's life is gone. ദാവീദിന്റെ ജീവിതത്തിന്റെ 20 വർഷങ്ങളാണ് ദാവീദ് കാത്തിരുന്നത്. എന്തിനു വേണ്ടി? ദൈവം തന്നെ വിടുവിക്കും, ദൈവമാണ് എന്നെ അഭിഷേകിച്ചത്, ദൈവം താൻ പറഞ്ഞത് നിവർത്തിക്കും എന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് 20 വർഷങ്ങൾ കാത്തിരുന്നു. ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ സ്ഥാനത്ത് നമ്മെ ഒന്ന് വെച്ചിട്ട് ദാവീദിനെ മനസ്സിലാക്കുവാൻ നമുക്കൊന്ന് ശ്രമിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, 20 വർഷങ്ങൾ 20 വർഷങ്ങൾ എങ്ങനത്തെ വർഷങ്ങളാ? ഞാൻ പറയട്ടെ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് യു ആർ സിറ്റിംഗ് ഇൻ യുവർ ഹൗസ്, യു ഹാവ് എ കംഫർട്ടബിൾ ജോബ്, യു ഹാവ് യുവർ ഫാമിലി വിത്ത് യു. ഒരു പക്ഷെ ഒരു ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അത് സാധിച്ചില്ല, പക്ഷെ ജീവിതം സ്മൂത്ത് ആയിട്ട് പോകുക. ഇങ്ങനെയല്ല ദാവീദിന്റെ ജീവിതം. 20 years of constant pressure. 20 വർഷം ജീവിതം പേടിച്ചിട്ട്, ഇന്ന് കൊല്ലപ്പെടുവോ, നാളെ എന്നെ കണ്ടുപിടിക്കുവോ, നാളെ ഞാൻ കൊല്ലപ്പെടുവോ, എന്റെ കുടുംബം കൊല്ലപ്പെടുവോ എന്നുള്ള പേടിയിൽ കൺസിസ്റ്റന്റ് പ്രഷർ ഫോർ 20 long years. ജീവിതത്തിന് സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ദാവീദെ നമുക്കൊന്ന് ഓർത്താൽ മതി. 20 വർഷങ്ങളാണ് ഈ സ്ട്രെസ്സിൽ കൂടെ ദാവീദ് കടന്നുപോയത്. ദാവീദ് കാത്തിരുന്ന് മടുത്തു. ഈ ശൗല് ദാവീദിന്റെ പുറകെ നടക്കുന്നത് നിർത്തിയിട്ടില്ല. എവിടെ പോയി ഒളിച്ചാലും, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അത് ദാവീദിന്റെ ജീവിതത്തില്
if you start reading from chapter 18, no, you find like the man, no, who is in such a pathetic state. ഞാൻ പറയട്ടെ, പെട്ടെന്ന് ഓർപ്പിക്കട്ടെ, തന്റെ ജോലി നഷ്ടപ്പെട്ടു, തന്റെ കുടുംബവുമായിട്ട് ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു. പിന്നെ ദാവീദ് ആശ്രയിച്ചു പോയതാ ശമൂവേലിന്റെ അടുത്തെങ്കിലും പോയി ജീവിക്കാൻ. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ വകയില്ല. ഈ ശമൂവേൽ താമസിക്കുന്ന അവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ശമൂവേലെങ്കിലും എന്നെ പ്രൊട്ടക്ട് ചെയ്യും. അവിടെയും ഒത്തിരി ദിവസങ്ങളൊന്നും താമസിക്കാൻ പറ്റിയില്ല. അവിടെയും ശൗലെത്തി. എന്നിട്ട് ജോനാഥാന്റെ അവിടെ പോയി, തന്റെ കൂട്ടുകാരൻ, അവനെങ്കിലും എന്നെ കരുതും, അവനെ കൊണ്ടെങ്കിലും എന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ പറ്റും. അവിടെയും ദിവസങ്ങൾ ഒത്തിരി ഒന്നും താമസിക്കുവാൻ ദാവീദിന് പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഒരു സമയം ദാവീദ് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്റെ അടുത്ത് പോയി ചോദിക്കുക, എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? ആ പുരോഹിതൻ ചോദിക്കുക, നീ എന്താ തന്നെ വന്നിരിക്കുന്നത്? യു ആർ സോ അലോൺ, നോബഡി വിത്ത് യു, ആരും നിന്റെ കൂടെ ഇല്ലല്ലോ. ദാവീദ് അവിടെ ചോദിക്കുക, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? And then no, he's also asking, ഞാൻ കയ്യിൽ ഒന്നും എടുത്തിട്ടില്ല, can you give me something to carry? പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ദിവസം 2 ദിവസം ആണെങ്കിൽ കുഴപ്പമില്ല. ജീവിതത്തിൽ 20 വർഷങ്ങൾ, ഏകദേശം 20 വർഷങ്ങൾ ഈ ഒരു പ്രയാസത്തിൽ കൂടെ, സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുക എന്ന് പറയുമ്പോൾ ഏത് ഉറപ്പുള്ള മനുഷ്യനെയും അത് ഒന്ന് അവന്റെ സ്റ്റെബിലിറ്റി അത് നഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. I tell you, waiting period is not easy. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അത് അറിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ താമസം എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും അംഗീകരിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ പറയട്ടെ, ഒരു ക്യൂവില് ഒരു 20 മിനിറ്റ് പോലും നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസും എൻഡ്യൂറൻസും നമുക്ക് പലർക്കും അത് ഇല്ല, ഇല്ലേ? റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് നമുക്കറിയാം. ഒരു ട്രാഫിക് സിഗ്നലിലൊക്കെ 2-3 മിനിറ്റുകൾ കടന്നു പോകുമ്പോൾ വി ലൂസ് ആർ എൻഡ്യൂറൻസ്. ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വെയിറ്റിംഗ്, ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, ഏത് കാര്യമായാലും ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും വെയിറ്റിംഗ്, ഡിലേ എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ്. For David, now after almost so many years, ഒരേ ഒരു വാക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഇംഗ്ലീഷ് വേർഷൻസില് 27-ാം അധ്യായം തുടങ്ങുന്നത് നൗ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. നൗ. ദാവീദ് ഇങ്ങനെയാണ്, ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് നടന്ന കാര്യമല്ല. He kept thinking to himself. ഒരു ചില ദിവസങ്ങളായി ഇങ്ങനെ ചിന്തിക്കുകയാണ് ദാവീദ്, എത്ര ദിവസം കാത്തിരിക്കണം? പ്രിയപ്പെട്ടവരെ, ദാവീദ് എഴുതിയ ചില സങ്കീർത്തനങ്ങൾ ഉണ്ട് കേട്ടോ. Where no, he actually lets it down. He is asking Lord, Lord, how long? How long should I wait, Lord? And finally, endurance ran out. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ വെയിറ്റിംഗ് പീരീഡിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നടക്കുവാൻ കാലതാമസം ഏർപ്പെടുമ്പോൾ, കാലതാമസം സംഭവിക്കുമ്പോൾ, ദൈവ വിടുതൽ കിട്ടുവാൻ കാലതാമസം ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ സമയങ്ങളുണ്ടല്ലോ, വെരി വൾണറബിൾ ടൈംസ് ഓഫ് ലൈഫ്. ഞാൻ പറയട്ടെ, ഇപ്പൊ ദാവീദിന് ഈ സമയം 1 ശമൂവേൽ 27-ാം അധ്യായം വന്നപ്പോൾ ദാവീദിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്നറിയോ? താൻ അടുത്ത രാജാവായിട്ട് ദൈവം അഭിഷേകിച്ച ഒരു വ്യക്തിയാണ്. ഇതൊന്നുമല്ല ദാവീദിന്റെ മനസ്സിൽ ഇപ്പൊ കടന്നു പോകുന്നത്. എനിക്കൊന്ന് സ്വസ്ഥമായി ജീവിക്കണം, അത്രയേ ഉള്ളൂ. ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും ജീവിതത്തിന്റെ സ്വപ്നങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തി. ഇപ്പൊ ദാവീദിന് ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ ഒന്ന് ജീവിക്കാൻ വിട്, സ്വസ്ഥമായിട്ട് എനിക്കൊന്ന് ജീവിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ദൈവം ദാവീദിന്റെ ജീവിതത്തിൽ കൊടുത്ത വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ ആ പ്രോമിസസും ഇതെല്ലാം ദാവീദ് ഇപ്പോൾ മറന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്.
ഞാൻ ഒരു കാര്യം പറയട്ടെ, വെയിറ്റിംഗ് ഇസ് ഡിഫിക്കൾട്ട്, വെരി ട്രൂ. Okay, but at the same time I want to say the Bible exhorts us. ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്ന കാര്യം, it is better to wait upon the Lord even if there is a long delay. A long delay. വലിയൊരു കാലതാമസം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരിക്കുന്നതാണ് ഉത്തമം എന്നുള്ളതാണ് ദൈവവചനം നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരു വാക്യം മാത്രം നിങ്ങളെ വായിച്ച് ഞാൻ കേൾപ്പിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ആർക്കെങ്കിലും വായിക്കാമോ? സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സിലുവൻ ഉള്ളവനല്ലോ. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ ഒന്ന് നിർത്തി നമ്മൾ വായിച്ചു നോക്കിയാൽ വലിയൊരു പാഠം അവിടെ പഠിക്കുവാൻ നമുക്ക് സാധിക്കും. അവിടെ പറയുന്ന കാര്യം, യു ഹാവ് ഹേർഡ് ഓഫ് ജോബ്സ് പെർസിവറൻസ്. യോബിന്റെ സഹിഷ്ണുതയെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുന്നു. വിശ്വാസികൾക്ക് യാക്കോബ് എഴുതിയ ലേഖനമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടിരിക്കുന്നു. ഇതിനെ കുറിച്ച്? യോബിന്റെ സഹിഷ്ണുതയെ കുറിച്ച്. എന്നിട്ട് വേറൊരു കാര്യം കൂടെ യാക്കോബ് പറയുക, നിങ്ങൾ യോബിന്റെ സഹിഷ്ണുതയെ കുറിച്ച് മാത്രമല്ല കേട്ടിട്ടുള്ളത്, കർത്താവ് വരുത്തിയ അവസാനം. ഈ സഹിഷ്ണുത ഉള്ള വ്യക്തിയായ യോബിന്റെ ജീവിതത്തിൽ കർത്താവ് വരുത്തിയ അവസാനവും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ അവസാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യാക്കോബ് പറയുന്നത്, ദൈവം, ഗോഡ് ഇസ് merciful. God is always merciful and compassionate. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിത് ഉൾക്കൊള്ളുവാൻ നമുക്കത് സാധിക്കണം. നമുക്ക് ഇത് ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ ഒരുപക്ഷെ എത്ര വർഷങ്ങൾ വേണമെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരിക്കുവാൻ നമുക്കും സാധിക്കും. കർത്താവ് വരുത്തിയ അവസാനം. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ചില സമയങ്ങളിൽ അവന്റെ വിടുതൽ വരുവാൻ നമ്മെ കാലതാമസത്തിൽ കൂടെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ, when God delays his deliverance in our life, when God takes time to fulfill his promises in his life, remember, നമുക്കാണ് അറിയാത്തത്. അയ്യോ ദൈവമേ, എന്ത് സംഭവിക്കും, നാളെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നു. എന്നാൽ ദൈവത്തിന് എന്താന്നുള്ളത് അറിയാം. പ്രിയപ്പെട്ടവരെ, ദൈവം വരുത്തുന്ന, കർത്താവ് വരുത്തുന്ന അവസാനം. God already knows the end. We are waiting. We are anxious. That is true. But God who is sovereign, he knows the end. കർത്താവ് വരുത്തിയ അവസാനം എന്താന്നുള്ളതും നമ്മൾ യോബിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. Sometimes we don't fully understand God's dealings. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. യോബിന്റെ പുസ്തകം വായിച്ചാൽ തന്നെ നമുക്കറിയാം, ദൈവം യോബിന്റെ അടുത്ത് ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. എന്റെ യോബേ, നിനക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ആ ചോദ്യങ്ങൾ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിന് ഉത്തരം നിനക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം ആ ചോദ്യങ്ങൾ ചോദിച്ചത് തന്നെയും ഒരു കാര്യം യോബിന് മനസ്സിലാക്കി കൊടുക്കാനാണ്. യോബേ, ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നിന്റെ ചെറിയ ഈ ബുദ്ധിയും കൊണ്ട് കംപ്ലീറ്റ് ഒന്നും ചിലപ്പോൾ മനസ്സിലാവില്ല. എന്നാലും നീ എന്നെ ആശ്രയിക്കാൻ പറ്റും. ആ പാഠമാണ് യോബ് പഠിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ പാഠമാണ് യോബ് പഠിച്ചത്. യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9 ഒന്ന് വായിച്ചേ. യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം.
അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ തേച്ചു പറഞ്ഞ് ആ മരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ യോബിന്റെ പുസ്തകം ഒരു നറേറ്റീവാണ്, ഒരു നറേറ്റീവ് ഫോമിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്തോ പറഞ്ഞു കഴിഞ്ഞാല് ഈ പെട്ടെന്ന് ഈ കഥ പടപടപടാന്ന് കഥ സംഭവിച്ച പോലെയൊക്കെ നമുക്കത് വായിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഇപ്പൊ യോബിന്റെ ഭാര്യ പറയുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്, നീ ഇനിയും. It's actually a time word which reflects to an event that happened in the past. ഇനിയും നീ ഇനിയും ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദൈവത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിനെക്കാട്ടിലും മരിക്കുന്നത് നല്ലത്. എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത വായിക്ക് യോബിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. യോബ് 13:15. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം. തെളിയിക്കും. ഇപ്പൊ യോബിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് നമുക്കറിയാം. യു നോ വാട്ട് ഓൾ ഹാപ്പൻ. പ്രിയപ്പെട്ടവരെ, പലരും ഈ യോബിന്റെ പുസ്തകം പോലും ഹിസ്റ്റോറിക്കൽ ആണെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന ട്രാജഡീസ് സഹിച്ച ഒരു മനുഷ്യൻ ജീവിക്കും എന്നുള്ളത് ലോകത്തിന് മനസ്സിലാകുന്നില്ല. The lot of people now who think that the book of Job is actually a kind of a spiritual narrative, not a historical narrative. കാരണം അത്രത്തോളം വേദന തിന്നൊരു വ്യക്തിയാണ്. അത്രത്തോളം എന്താ പറയുന്നത്, എന്തൊക്കെയാ സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? He lost almost literally everything. To the point, ഒരു മനുഷ്യൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തില് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും പിന്നെയും ഒരു ഉറപ്പുണ്ടാകും. എതുവരെയാണെന്നറിയോ? അവന്റെ ശരീരത്തില് ബലനുള്ളവരെ. ദാറ്റ്സ് ദ അൾട്ടിമേറ്റ് ടെസ്റ്റ്. ശരീരത്തില് എനിക്ക് എവറിത്തിങ് ഇസ് ലോസ്റ്റ് ബട്ട് ഐ എം സ്റ്റിൽ അലൈവ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യോബിന് ആ ഉറപ്പ് പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് യോബ് ഇവിടെ പറയുന്നത്, എല്ലാരും പറഞ്ഞു, നീ എന്തിനാ കാത്തിരിക്കുന്നത്? വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? എന്ത് വിടുതലാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത്? വിടുതൽ ലഭിക്കണമെങ്കിൽ പണ്ടേ നിനക്ക് ലഭിച്ചേനെ. എന്ത് വിടുതലാണ് നിനക്ക് ലഭിക്കാൻ വേണ്ടി ആരെയാണ് കാത്തിരിക്കുന്നത്? ചില കൂട്ടുകാർ വന്ന് പറഞ്ഞു, ദൈവം പോലും നിനക്ക് എതിരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിലുണ്ടല്ലോ, ദൈവമക്കൾ പോലും വേറൊരു ആളെ വിധിക്കുന്നതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഇഗ്നോറൻസ് ആണ് അത് കാണിക്കുന്നത്. ദൈവം ചില ദൈവമക്കളുടെ ജീവിതത്തിൽ ചിലപ്പോ ദൈവം പ്രവർത്തിക്കുന്ന ചില രീതികളും ദൈവം കൊണ്ടുവരുന്ന താമസങ്ങളൊക്കെ കാണുന്ന മറ്റവർ പറയുന്നത് ദൈവം പോലും അവനെ കൈവിട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ രീതിയിൽ സംസാരങ്ങൾ തന്നെ ചുറ്റിലും നടന്നപ്പോ പോലും ദാവീദ്, ഇവിടെ യോബ് പറയുക, ദോ ഹി സ്ലേ മീ ഐ വിൽ വെയിറ്റ് ഫോർ ഹിം. എന്തൊരു വാക്കാത്! അവൻ എന്നെ കൊന്നാലും ഞാന് കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം കൂടെ വായിക്കാം. യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. ജോബ് ചാപ്റ്റർ 19 വേഴ്സ് 25. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. മൈ റിഡീമർ ലിവ്സ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് ഒന്ന് ഓർപ്പിക്കട്ടെ. താമസമുള്ള സമയം നമുക്കത് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വി ആർ വൾണറബിൾ. താമസമുള്ള സമയം നമുക്കത് ഉൾക്കൊള്ളുവാൻ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം എത്ര വർഷങ്ങളാണ് കാത്തിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു സമയത്ത് ഒരു മിഷൻ ഹോസ്പിറ്റലിൽ പോയപ്പോ ഞാൻ ഒരു വ്യക്തി അവിടെ കണ്ടിട്ടോ. ഞാൻ അവിടെ വേറൊരു ക്യാമ്പിന് പോയതാ. അവർക്കൊരു ക്യാമ്പ് സെന്റർ ഉണ്ട്. ആ ക്യാമ്പിന് ഞാൻ പോയതാണ് അവിടെ. അപ്പൊ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ, അവിടെ ഉള്ള ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ആ സഹോദരൻ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ ഒരു സ്പെഷ്യൽ ബെഡില് ഒരു വ്യക്തിനെ കിടത്തിയിട്ടുണ്ട്, ബ്രദർ ഒന്ന് പോയി കാണണം, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല.
ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, 28 വർഷമായിട്ട് ഒരാള് ഒരു ബെഡിൽ ഇങ്ങ് കിടക്കുക. 28 years. ഹോസ്പിറ്റൽ ഇസ് ഹിസ് ഹോം. 28 വർഷം. ആ വ്യക്തിയുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ, തിരിഞ്ഞൊന്ന് കിടക്കണമെങ്കിൽ 2 പേര് പുള്ളിയെ മാറ്റണം. നമുക്കറിയാലോ, ബെഡ് സോർ ഒക്കെ വരുന്നതിന് അവര് അതിനു വേണ്ടി they need to keep changing the position. You know what? അവിടെ ആ വ്യക്തി സംസാരിക്കുന്നൊക്കെ നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ട്. You know what I found? 28 വർഷങ്ങൾക്ക് ശേഷവും ഞാൻ ആ പുള്ളിയുമായിട്ട് സംസാരിക്കുമ്പോ ആ പുള്ളി പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ, he still believes that God is able to do a miracle in his life. 28 വർഷങ്ങൾക്ക് ശേഷവും ആ വ്യക്തിയുടെ പ്രത്യാശ ഞാൻ കണ്ടപ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, I was reminded of Job. How long? No, ഇതിന് കാരണം എന്താ പറയോ? ദൈവം ആരാന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ, I know my Redeemer lives. എന്റെ ദൈവം ആരാന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ, അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ, ഡിലേ സംഭവിച്ചാലും താമസം വന്നാലും ആ ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെടാണ്ട് ജീവിക്കുവാൻ അത് സാധ്യമാകും. When you know who that God is. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, ആർക്ക് വേണ്ടി അത് പറഞ്ഞെന്നറിയോ? നിങ്ങൾ ആ യാക്കോബിന്റെ ലേഖനം വായിച്ചു നോക്കിയാൽ പാവപ്പെട്ടവരുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ സഭയിൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്ന ക്രിസ്ത്യാനികളുടെ ഇടയിലും ഒരു ചില പാവപ്പെട്ടവരുണ്ടായിരുന്നു. ഈ പാവപ്പെട്ടവരെയൊക്കെ, പണമൊക്കെ ഉള്ളവരൊക്കെ അവരെ ഒപ്രസ് ചെയ്യുമായിരുന്നു. ആ പാവപ്പെട്ടവര് ജീവിക്കാൻ പോലും വകയില്ലാണ്ട് they were being looted. 5-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് ആ പാവപ്പെട്ടവര് ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട്, അപ്പൊ എല്ലാരും അവരുടെ അടുത്ത് പോയി പറയുക, ദൈവം നിങ്ങളെ സൂക്ഷിച്ചോലും, ദൈവം നിങ്ങളെ കാത്തോളും, ഇതിനൊക്കെ ഒന്ന് ദൈവം ഒരു വിടുതൽ നൽകും എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ഈ പാവപ്പെട്ടവർ എത്രയോ വർഷങ്ങളായി they are being oppressed. അപ്പൊ അവർക്കാണ് യാക്കോബ് എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ സഹിഷ്ണുത നഷ്ടപ്പെടരുത്. യോബിനെ ഓർത്തോളണം. യോബിന്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയ അവസാനവും ഓർത്തോളണം. ഈ ദൈവം ഈസ് merciful and compassionate. പ്രിയപ്പെട്ടവരെ, ദാവീദിന് ഈ കാഴ്ചപ്പാടാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. ദാവീദ് ഈ രീതിയിൽ ഇപ്പോൾ ആയിത്തീർന്നതിനുള്ള കാരണം ഈ ഒരു കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. ഡിലേ ഇൻ ഗോഡ്സ് ഡെലിവറൻസ്. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾ മാത്രമേ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തുടർച്ചയായിട്ട് നമുക്ക് ബാക്കിയുള്ളത് പിന്നെ വരുന്ന വീക്സിൽ ദൈവം നമുക്ക് ആ ഒരു അവസരം നൽകുവാണെങ്കിൽ വി വിൽ കണ്ടിന്യൂ ടു സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡ്. രണ്ടാമതായിട്ട്, ദാവീദിന്റെ ജീവിതത്തിൽ 1 ശമൂവേൽ 27-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഈ പ്രത്യാശയും എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ ദാവീദ് ചിന്തിപ്പാനും പ്രവർത്തിക്കാനും ഇടയായത് വേറൊരു കാരണം കൂടെ ഉണ്ട്. allowed negative thoughts to take control of his mind. Negative thoughts. പ്രിയപ്പെട്ടവരെ, ആ വാക്കുകളൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ദാവീദ് തന്നോട് തന്നെയാണ് പറയുന്നത്. ദാവീദിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. പലപ്പോഴും തന്നിൽ തന്നെ ഇങ്ങനെ സംസാരിക്കുന്ന, ചിന്തിക്കുന്ന ഒരു പ്രവണത ദാവീദിനുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ദാവീദ് എന്താ ചിന്തിച്ചത്? തന്നോട് തന്നെ ദാവീദ് എന്താണ് പറഞ്ഞതെന്ന് വായിച്ചു നോക്കിയേ. ദാവീദ് പറയുക, സംഡേ സോൾ ഇസ് ഗോയിങ് ടു ഗെറ്റ് മീ. എന്റെ കയ്യിലുള്ള വേറൊരു ബൈബിൾ വേർഷൻ ആണത്. നമ്മളിവിടെ വായിച്ചത്, ഐ ഷൽ ഷ്യൂർലി ഡൈ സംഡേ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സോൾ. എന്നിട്ട് ദാവീദ് പറയാ, നത്തിങ് ബെറ്റർ ഫോർ മീ. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നതിനെക്കാട്ടിലും എന്റെ ജീവിതത്തിൽ ഇനി നല്ലതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കേ. ദാവീദ് പറയുക, ഒരുപക്ഷെ ഞാൻ മരിക്കുമെന്നല്ല ദാവീദ് പറയുന്നത്, ഒരുപക്ഷെ
ശൗൽ എന്നെ കണ്ടുപിടിച്ച് കൊല്ലും എന്നല്ല ദാവീദ് പറയുന്നത്. ഒരു ദിവസം ഐ ഷാൽ എന്നാ പറയുന്നത്, ഞാൻ മരിക്കും. ആരുടെ കയ്യില്? ശൗലിന്റെ കയ്യിൽ മരിക്കും. എന്നിട്ട് ദാവീദ് പറയുക, എനിക്ക് ഇതല്ലാണ്ട് വേറെ നിവർത്തിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ദാവീദിന് സംഭവിച്ചത് എന്താണ്? നെഗറ്റീവ് തോട്ട്സ്. മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോൾ നെഗറ്റീവായ ചിന്തകൾ കടന്നുകൂടി. ഇപ്പൊ ദാവീദിന്റെ മനസ്സിൽ ചിന്തിക്കുന്നത്, ഒരു ദിവസം ഉറപ്പായിട്ട് ഞാൻ അകപ്പെടും. ഇത്രയും നാളൊക്കെ എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു, ഇത്രയും നാൾ എങ്ങനെയോ ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇനി എനിക്ക് തോന്നുന്നില്ല, ഇസ്രായേലിൽ ഇനി എനിക്ക് പോകാൻ സ്ഥലമില്ല, ഇനിയിപ്പോൾ ഒളിയാനുള്ള കാടില്ല, കേവില്ല, ഞാൻ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. നത്തിങ് ബെറ്റർ ഫോർ മീ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വാക്കുകള് ഐ ഷാൽ ഡൈ, നത്തിങ് ബെറ്റർ ഫോർ മീ, ഈ വാക്കുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി പറയുവാണെങ്കിൽ അവർ പറയും, ഇതിന്റെ പേരാണ് ഡിപ്രഷൻ, ഇതിന്റെ പേരാണ് ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് സ്ട്രെസ് ആണ്. ഏകദേശം 20 വർഷങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്ട്രെസ്സിന്റെ കാരണം ദാവീദിന്റെ മനസ്സിൽ ഇപ്പോൾ നെഗറ്റീവായിട്ടല്ലാണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഒന്നും തന്നെയും പറ്റുന്നില്ല. മൈൻഡ് ഹസ് ബിക്കം നെഗറ്റീവ്. തന്നോട് തന്നെ താൻ പറയുന്നത്, ഇനി എനിക്ക് നിവർത്തിയില്ല. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനത്തെ ചിന്തകൾ കടന്നു വന്നിട്ടുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, എന്റെ ജീവിതത്തിന്റെ നല്ല ദിവസങ്ങളൊക്കെ പാസ്റ്റിലാണ്, ഫ്യൂച്ചറിൽ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനിത്തിങ് ഗുഡ് ദാറ്റ് ക്യാൻ കം ഔട്ട് ഇൻ മൈ ലൈഫ്. ഒരുപക്ഷെ ഞാൻ പറയട്ടെ, ഈ കോവിഡിന്റെ സമയത്ത് തന്നെയും എത്രയോ പേരുടെ ജീവിതത്തിൽ അവരുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോയ ദിവസങ്ങളാണിത്. വെളിയിൽ പോയി ജോലി ചെയ്യാന്നുള്ള ആഗ്രഹങ്ങളും, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടി അവർ കരുതിയ ചില ആഗ്രഹങ്ങളും, ഇതെല്ലാം നഷ്ടപ്പെട്ട പലരും ഉണ്ട്. എൻ്റെ അടുത്ത് ഒരു സഹോദരൻ പറയുമായിരുന്നു, ആ സഹോദരൻ ഒരു ബിസിനസ് തുടങ്ങിയതാ കഴിഞ്ഞ മാർച്ച് മാസം. അപ്പൊ ആ സഹോദരൻ പറയുമായിരുന്നു, വേറെ എല്ലാം സെറ്റ് ചെയ്തു, ലോണൊക്കെ എടുത്ത് ഒരു ബിസിനസ് ഞാൻ തുടങ്ങിയതാ. എന്നാ തുടങ്ങുന്നതിന്റെ 2 ആഴ്ചക്ക് മുമ്പ് ലോക്ക്ഡൌൺ ആയതാണ്. ഇതുവരെ ആ ബിസിനസ് ഒന്ന് തിരിച്ച് എനിക്കൊന്ന് കയറ്റി കരകയറി കൊണ്ടുവരുവാൻ ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഐ എം നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. You know what? When now you go through such a time for a long period, you come to this negative thinking. I shall die. വേറെ വഴിയില്ല, ശൗൽ എന്നെ കണ്ടുപിടിച്ച് കൊല്ലും, എനിക്ക് വേറെ നിവർത്തിയില്ല, നല്ലതൊന്നും എനിക്ക് ജീവിതത്തിൽ പ്രത്യാശയില്ല. ഞാൻ പറയട്ടെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞു, ദാവീദിന് ഒരുപക്ഷെ ശമൂവേൽ തന്നെ വീട്ടിൽ വന്ന്, വീട്ടുകാർ പോലും തന്നെ കരുതിയില്ല, എന്നിട്ട് അവിടുന്ന് വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ എല്ലാവരുടെ മുമ്പിൽ അഭിഷേകം ചെയ്തതാണ്. ഒരു യുവാവെന്നുള്ള നിലയിൽ ഈ വ്യക്തിക്ക്, ദാവീദിന് അത് മനസ്സിലായി കാണും എന്താ സംഭവിച്ചെന്നുള്ളത്. തന്റെ ജീവിതത്തിൽ ശമൂവേൽ ചെയ്തത് എന്താന്നുള്ളത് ദാവീദിന് മനസ്സിലായി കാണും. അന്നൊക്കെ ദാവീദിന്റെ മനസ്സിൽ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു കാണും. ഒരു ദിവസം ഞാൻ ഇസ്രായേലിനെ ഞാൻ ഭരിക്കും, എന്റെ ജനം, ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഭരിക്കും എന്നുള്ള ആഗ്രഹമൊക്കെ അവന് ഉണ്ടായി കാണും. ഇപ്പൊ ദാവീദിന്റെ മനസ്സിൽ ഈ ആഗ്രഹങ്ങളെല്ലാം തവിടുകൂടിയായി. ദാവീദിന്റെ മനസ്സിൽ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാട്ടോ. നമ്മുടെ മനസ്സിൽ ആരും കാണാത്ത നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ, ഞാൻ പറയട്ടെ, ചില സമയങ്ങളിൽ ഭാര്യ ഭർത്താവ് അടുത്തുള്ള വ്യക്തികളാണ്, എന്നാൽ ഭാര്യയുടെ മനസ്സിൽ ഓടുന്നത് ഭർത്താവിനോ, ഭർത്താവിന്റെ മനസ്സിൽ ഓടുന്നത് ഭാര്യയ്ക്ക് പോലും മനസ്സിലാക്കാൻ പറ്റൂല. കാരണം ദിസ് ഇസ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ യുവർ മൈൻഡ്. ദ ബാറ്റിൽ ഫീൽഡ് ഇസ് ഇൻ യുവർ മൈൻഡ്.
ആർക്കും കാണാൻ പറ്റാത്ത ആ ചിന്താമണ്ഡലത്തിൽ അവിടെയാണ് മഹായുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൽ പ്രിയപ്പെട്ടവരെ, പിശാചിന് നമ്മൾ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ, വേദപുസ്തകം പിശാചിനെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് ഒന്ന് ഓർപ്പിക്കട്ടെ. ഹീസ് ദ ഫാദർ ഓഫ് ലൈസ്. പോഷ്ക്, എനിക്ക് മലയാളം എനിക്ക് അത്രയും ശരിക്കും വരില്ല, ഞാൻ അതാണ് ചിന്തിക്കുന്നു. ഹീസ് കോൾഡ് as the father of lies. പിശാച് പലപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ് അവൻ കേറി നമ്മെ നശിപ്പിക്കുവാൻ തുടങ്ങുന്നത്. എന്താണ് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ അവന് ചെയ്യാൻ പറ്റിയ കാര്യം? ഹി ക്യാൻ സ്പീക്ക് ലൈസ് ടു അസ്. നമ്മുടെ മനസ്സിൽ അവന് കള്ളം പറയാൻ പറ്റും. അവൻ ദാവീദിന്റെ അടുത്ത് ഈ കള്ളം പറഞ്ഞതാണ് നമ്മൾ കാണുന്നത്. എന്താണ് ആ കള്ളം? നീ രക്ഷപ്പെടില്ല ദാവീദേ, എല്ലാം കഴിഞ്ഞിടാ, പരിപാടി കഴിഞ്ഞു, ഇവിടുന്ന് നീ ഓടിയാൽ ഒഴിയെ നീ ഇവിടുന്ന് രക്ഷപ്പെടില്ല. ദാവീദ് അങ്ങ് വിശ്വസിച്ചത്. പിശാച് പറഞ്ഞത് ദാവീദ് ഏറ്റെടുത്ത് വിശ്വസിച്ചു തുടങ്ങി. ഞാൻ മരിക്കുകയുള്ളൂ, എനിക്കിനി നിവർത്തിയില്ല, ഞാൻ രക്ഷപ്പെടില്ല, എനിക്ക് നല്ലതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, രാജാവൊന്നും ഞാൻ ആകാനൊന്നും പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ അടുത്ത് പറയുന്നത്, ഓഫ് ഓൾ തിങ്സ് ഗാർഡ് യുവർ മൈൻഡ് ആൻഡ് ഹാർട്ട്. നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. Proverbs chapter 4 verse 23 ഒന്ന് വായിച്ചു നോക്കിയേ. സദൃശവാക്യം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. സദൃശവാക്യം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ എന്ത് ചെയ്യുക? കാത്തുകൊള്ളുക. You know what? This is very, very important. And I want to just show you one example from the Old Testament. പ്രിയപ്പെട്ടവരെ, ദൈവം മിസ്രൈമിൽ നിന്ന് തന്റെ ജനത്തിനെ വെളിയിൽ വിടുവിച്ച് കൊണ്ടുവരുവാണ്. എങ്ങോട്ടാ? പ്രോമിസ് ലാൻഡ്. വരുന്ന വഴിയിൽ എത്രയോ അത്ഭുതങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു. താൻ അവരുടെ കൂടെ ഉണ്ടെന്നുള്ളത് ദൈവം പല രീതിയിൽ അവർക്ക് വെളിപ്പെടുത്തി. എന്നിട്ടും ഇവര് കാദേശ് ബർണിയ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നാം വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ, സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ, മോശെ ദൈവ കൽപ്പന പ്രകാരം 12 പേരെ അയച്ചു. 12 പേര് പോയി 40 ദിവസം എല്ലാം ചുറ്റി കാനാൻ ദേശമൊക്കെ നല്ലതായിട്ട് കണ്ടിട്ട് അവിടുന്ന് കുറെ പഴവർഗ്ഗങ്ങളും എടുത്തോണ്ട് വന്നു, പഴമൊക്കെ എടുത്തോണ്ട് വന്നു, ഫ്രൂട്ട്സ് ഒക്കെ. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ കാണിച്ചിട്ട് പറഞ്ഞു, ഫെർട്ടൈൽ ലാൻഡ് ആണ്, ഇറ്റ്സ് എ ലാൻഡ് ഫ്ലോയിങ് വിത്ത് മിൽക്ക് ആൻഡ് ഹണി, ഇറ്റ്സ് എ ബ്ലെസ്ഡ് ലാൻഡ്. എന്നിട്ട് മെജോറിറ്റി പറഞ്ഞു, ഇത് സാധ്യമല്ല, ഇതൊക്കെ ശരിയാ, സ്ഥലമൊക്കെ നല്ല സ്ഥലമാണ്, നല്ല ഫെർട്ടൈൽ ലാൻഡ്, ദൈവം നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ വാഗ്ദാനം ചെയ്തത് നല്ല ഭൂമിയാണ്, അതിൽ ഒരു സംശയമില്ല. പക്ഷെ നമുക്ക് അവിടെ എത്താൻ പറ്റൂല. ഒരു പാട്ടുണ്ട് കേട്ടോ, ഇസ്രായേൽ ജാതി അവിടെ പാടിയ ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ കോറസ് എന്താണെന്നറിയോ? ബൈബിളിൽ ഇതില്ല, ഞാൻ അങ്ങ് പറയുന്നതാണ്. ഇസ്രായേൽ ജാതി അവിടെ പാടിയ ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ കോറസ് എന്താണെന്നറിയോ? ഇംപോസിബിൾ, ഇംപോസിബിൾ, ലെറ്റ്സ് ഗോ ബാക്ക് ടു ഈജിപ്റ്റ്. ഇത് ഒരിക്കലും സാധിക്കില്ല, അത് ഒരിക്കലും സാധിക്കില്ല, തിരിച്ച് നമുക്ക് ഈജിപ്തിലോട്ട് പോകാം. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു ചില വാക്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് വായിച്ച് കാണിപ്പിക്കട്ടെ. നമ്പേഴ്സ് ചാപ്റ്റർ 14 1 തൊട്ട് 4 വരെ ആ വാക്യം വായിച്ചു കഴിഞ്ഞാല് നമുക്കവിടെ മനസ്സിലാകുന്നത് യുദ്ധമല്ല, ഇവരവിടെ എത്തിയിട്ട് പോലുമില്ല. കാനാൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇവര് കാലെടുത്ത് പോലും ഈ വലിയ ജനം എത്തിയിട്ടില്ല. എന്നാൽ കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പേ തന്നെ ഇവരുടെ മനസ്സിൽ ഓടുന്ന ചിന്തകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ, സംഖ്യാപുസ്തകം 14 1 തൊട്ട് 4 വരെ നിങ്ങൾ വായിച്ചാൽ, 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം ബ്രദറെ. അതോടെ ഞാൻ നമുക്ക് സ്റ്റഡി ഇന്നത്തെ അവസാനിപ്പിക്കാം. ഒന്ന് വായിച്ച ബ്രദറെ. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു, ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു.
സഭയൊക്കെയും അവരോട്, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളായി പോകുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മതി ബ്രദറെ, താങ്ക് യു. നിങ്ങൾ അവിടെ വായിച്ചു നോക്കിയാലുണ്ടല്ലോ, ഇവരുടെ മനസ്സിൽ ഒറ്റ വാക്കുള്ളൂ, മരണം. ഞാൻ പറയുന്നില്ല, ദൈവവചനമാണ് പറയുന്നത്. ഇവരുടെ മനസ്സിൽ ഒറ്റ വാക്കുള്ളൂ, മരണം. എന്താണ് പറയുന്നത്? ഞങ്ങൾ വരുന്ന വഴിയിലേ മരിച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പൊ അത് പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇപ്പൊ പ്രസന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ പറയുക, ഇവിടെയെങ്കിലും മരിച്ചാൽ മതിയായിരുന്നു. അടുത്ത ഫ്യൂച്ചറിനെ കുറിച്ച് പറയുക, അവിടെ പോയി അവരുടെ വാളം കൊണ്ട് മരിക്കാൻ പോവുക. എന്തൊരു ആൾക്കാരപ്പ! എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യം അവരുടെ മനസ്സിൽ ഓടുന്നുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും ഈ ഒരു അബദ്ധവും സംഭവിക്കാറുണ്ട്, ഇല്ലേ? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിന്റെ ആ രൂപാന്തരം നടക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ഒരു വാക്ക് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പറയുക, 2 Corinthians, നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, 2 Corinthians chapter 10 verse 5 പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ കയറി വരുന്ന ചിന്തകളെ പിടിച്ച് അത് അടക്കി ക്രിസ്തുവിന് അതിനെ കീഴ്പ്പടിയുവാൻ, ടു മേക്ക് ഇറ്റ് സബ്മിസീവ്, ഒബീഡിയന്റ് ടു ക്രൈസ്റ്റ്, ക്യാപ്ചർ എവറി തോട്ട്. മനസ്സിൽ കടന്നു വരുന്ന എല്ലാ ചിന്തകളെയും ക്രിസ്തു യേശുവിൽ പിടിക്കുവാൻ, അടക്കുവാൻ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ചിന്തകളെ സബ്മിറ്റ് ചെയ്യിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, മാർട്ടിൻ ലൂതർ പറഞ്ഞു, അല്ലേ, നമ്മുടെ തലയുടെ മേളില് ബേർഡ്സ് പറക്കുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. യു കാൻ ഡു എനിത്തിങ്. നമുക്ക് നമ്മുടെ മനസ്സിൽ കയറി വരുന്ന ചിന്തകളിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു സ്വിച്ചുമില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ആ ചിന്തകൾ കടന്നു വരുമ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ നോക്കുക. ദൈവവചനം പറയുന്നതാണോ ഇത് ശരി? ഇത് പിശാചാണോ ചെയ്യുന്നത്? ഈ ചിന്തകൾ ദൈവം കൊണ്ടുവരുന്ന ചിന്തകളാണോ, പിശാച് കൊണ്ടുവരുന്ന ചിന്തകളാണോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള അവകാശമുണ്ട്. പ്രിയപ്പെട്ടവരെ, we need to take control of our mind. നമ്മുടെ മൈൻഡിന്റെ ബാറ്റിൽ നമ്മൾ ജയിച്ചില്ലെങ്കിൽ ദാവീദിന് സംഭവിച്ചത് നമുക്കും സംഭവിക്കാം. ഞാൻ പറയട്ടെ, ഈ സമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്കി. കാലതാമസം വന്നു. അത് മാത്രമല്ല, പിശാചി ഈ രീതിയിലുള്ള ചിന്തകളൊക്കെ കൊണ്ടുവന്നു. എന്നാൽ ദാവീദിന് തന്റെ ചിന്തയെ ദൈവം തന്നോട് പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ ചിന്തിക്കുമായിരുന്നെങ്കിൽ, ഞാൻ എങ്ങനെയാണ് ശൗലിന്റെ കയ്യിൽ ചാകുന്നത്? അത് ഒരിക്കലും സംഭവിക്കില്ല. കാരണം അടുത്ത രാജാവായിട്ട് എന്നെയാണ് ദൈവം അനോയിന്റ് ചെയ്തിരിക്കുന്നത്. I am God's anointed. Because I am God's anointed as the next king of Israel, even though he is hunting me, nothing will happen to me. എന്ന് ദാവീദ് ചിന്തിച്ചിരുന്നെങ്കിൽ this would not have happened. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ നിർത്തുവാണ്. ദൈവം സഹായിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ we will take it up from there. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിച്ച ഈ 2 കാര്യങ്ങൾ, ദൈവ ആശ്രയം നഷ്ടപ്പെടുന്ന സമയങ്ങൾ, അതിന് കാരണങ്ങൾ എന്താണ്? നമ്മുടെ ജീവിതത്തിലും ആ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടോ? ഡിലേ ഇൻ ഗോഡ്സ് ഡെലിവറൻസ്, ദൈവത്തിന്റെ വിടുതൽ വരുവാൻ താമസം വരുമ്പോൾ, പിശാച് നമ്മുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ കൊണ്ടുവരുമ്പോൾ, ഹൗ ഡു വി ഫേസ് ഇറ്റ്? ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.